പാലക്കാട്ടേക്ക് കൂടെ പോവുകയാണ്. പാലക്കാട് നിന്ന് അജിത് ബാബു ഉണ്ട്. അജിത്തെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തിരഞ്ഞെടുപ്പിനപ്പുറം പാലക്കാടിന്റെ സ്റ്റാർ ക്യാമ്പനർ ആകേണ്ടിയിരുന്ന MLA 15-16 ദിവസമായിട്ട് ഒളിവിലാണ്. ആ MLA ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് ഹൈക്കോടതി വിധിയും അതേപോലെ മറ്റ് കോടതികളിൽ നിന്നുമൊക്കെ അനുകൂല വിധി വന്ന സാഹചര്യത്തിൽ MLA തിരിച്ചെത്തും, വോട്ട് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പാലക്കാട്ടെ നിലവിലെ സാഹചര്യം? MLA എത്തുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളോ അന്തിമ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടോ? ഇയാളുമായിട്ട് അടുത്ത വൃത്തങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? സേതുലക്ഷ്മി, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇന്ന് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ബൂത്തിലേക്കാണ്. ഇവിടെയാണ് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ അത്തരത്തിലുള്ള സൂചനകൾ ചില രാഹുലുമായി അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ആദ്യ വോട്ടായിരിക്കുമല്ലേ? ആദ്യ വോട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. തന്നെ വലിയ പോലീസും മാധ്യമങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, സാധ്യത കമ്മിയാണ്. എന്താ തോന്നുന്നത്? വേറെ ആരെങ്കിലും ജയിച്ചു വരണം, നല്ല ചിഹ്നം ജയിച്ചു വരണം, അത്രേ ഉള്ളൂ. രാഹുൽ എത്തും തോന്നുന്നുണ്ടോ? അത് കാര്യമില്ല, ആള് വന്നാലും ഇല്ലേ ഒരേ പോലെ തന്നെ. രാഹുൽ വരും തോന്നുന്നുണ്ടോ? ഇല്ല, അതിനെപ്പറ്റി ഇവിടെ സ്ത്രീ വോട്ടർമാരെല്ലാം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അതിരാവിലെ എത്തിയതാണ്, അരമണിക്കൂർ മുമ്പ് എത്തിയിരുന്നു. രാഹുൽ ഇവിടെ വരും തോന്നുന്നുണ്ടോ MLA? ഓ, അതിപ്പോ എങ്ങനെയാ പറയാ, നമ്മൾ MLA കാണാനില്ലല്ലോ വരുന്നത്, നമ്മൾ വോട്ട് ചെയ്യാനല്ലേ, നമുക്കതിൻ്റെ കാര്യം അറിയേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായ വാചകങ്ങളാണ്, പക്ഷെ രാഷ്ട്രീയമായ വാക്കാണ്. MLA കാണാനില്ലല്ലോ എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണെങ്കിലും നീണ്ട 16 ദിവസങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ 2 കേസുകളിലും ആശ്വാസകരമായ സാഹചര്യം ഉണ്ടായതോടുകൂടി ഇന്ന് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇലക്ഷന് വോട്ട് രേഖപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോടതിയിൽ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ ഒളിവിലല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ന് മുഴുവൻ സമയവും മാധ്യമപ്രവർത്തകർ ഈ ബൂത്തിലുണ്ടായിരിക്കും. നമ്മളുടെ റിപ്പോർട്ടർ റഹീം ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. റഹീം, ഇവിടെ വന്നു കഴിയുമ്പോൾ പോലീസൊക്കെ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ശ്രദ്ധ ഈ ബൂത്തിലേക്കായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ന് വടക്കൻ കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കം വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരുപക്ഷെ ഏറെ പ്രാധാന്യം ഈ ഒരു ബൂത്തിന് തന്നെ ആയിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ നാളുകളെ ഒളിവിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു. ആദ്യ കേസിൽ നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നൊരു ആകാംക്ഷ അത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല ഇവിടുത്തെ വോട്ടർമാർക്കുമുണ്ട്. നേരത്തെ അവർ പറയുന്നത് കേട്ടു, അതായത് മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തെ കാണാനില്ല, അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതൊരു ചോദ്യം തന്നെയായി നിലനിൽക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാകും ഇവിടുത്തെ കാര്യങ്ങൾ, ഒരുപക്ഷെ പ്രതിഷേധവും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ വേണ്ട പോലീസ് നടപടികൾ അവിടെ അജിത്തെ, റഹീമെ, ഞാനും അതിലേക്ക് വരുമായിരുന്നു. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻ കേസ് എത്തുകയാണെങ്കിൽ അവിടെ എന്താണ് നിലവിൽ പോലീസ് സുരക്ഷയൊക്കെ എത്രത്തോളമാണ്? ഈ പ്രതിഷേധ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടോ മറ്റു മുന്നണികളുടെ ഭാഗത്തു നിന്ന്? പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉൾപ്പെടെയുണ്ട്. രാഹുൽ എത്തിയാൽ സ്വാഭാവികമായും അത് പ്രതിഷേധത്തിനൊക്കെ വഴിവെക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുൽ ഏറ്റവും അവസാനത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതായത് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിൻ്റെ ഘട്ടത്തിൽ അതൊരു പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെടെ പോകാതിരിക്കാൻ അത്തരത്തിൽ അവസാനത്തേക്ക് എത്തുമെന്നാണ് രാഹുലുമായി അടുത്ത് നിൽക്കുന്ന ചില ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതിനൊന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ രാഹുൽ ഇന്ന് എത്താനുള്ള സൂചനകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കൂടാതെ അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത് രാഹുൽ അങ്ങനെ എത്തിയാൽ പാലക്കാട്ടെ സംബന്ധിച്ച് രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. രാഹുൽ 2ാം ഘട്ടത്തിൽ പാലക്കാട് എത്തുകയും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും വേണ്ട എന്ന് പറയാൻ തയ്യാറാവാത്ത DCC നേതൃത്വമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പോൾ നടപടിയെടുത്ത് പുറത്താക്കിയതിനു ശേഷം രാഹുലിനൊപ്പം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും പ്രവർത്തകനോ നേതാവോ ഉണ്ടെങ്കിൽ എന്നത് സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തയാകും. അങ്ങനെ ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ
കേന്ദ്രമുള്ള അജിത്തെ ഒരു മിനിറ്റ് വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 7 മണി വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഇതാ ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുന്നു. തദ്ദേശ പോരിന്റെ രണ്ടാം ഘട്ടം 7 ജില്ലകളിലും പോളിംഗ് തുടങ്ങിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലാണ് രാവിലെ പോളിംഗ് തുടങ്ങിയിരിക്കുന്നത്.